ഇപ്പം പൊതുവെ ഈ കിഡ്നി പേഷ്യൻസിന്റെ കാര്യം വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു ടയർഡ്നെസ്സും ഫറ്റീഗും പിന്നെ പൊതുവെ അവരുടെ ഫുഡ് റെസ്ട്രിക്ഷൻസ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ശരിക്കും ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുമല്ലോ. പക്ഷെ ഡോക്ടർ പറയുന്നത് ഈ പേഷ്യന്റിന്റെ ഫാറ്റ് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഈ മസിലും ശരിക്കും ആ ഒരു ബോഡിയുടെ മെറ്റാബോളിക് റിസർവ് ആണ്, അതിന്റെ മൊബിലിറ്റി റിസർവ് ആണ്, അല്ലെങ്കിൽ അതിന്റെ റിക്കവറി റിസർവ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഈ ഫാറ്റിനെ നമ്മൾ മാനേജ് ചെയ്യുന്ന പോലെ തന്നെ മസിലും മാനേജ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് എങ്ങനെയാണ് ഈ കിഡ്നി പേഷ്യൻസ് മനസ്സിലാക്കേണ്ടത്? കിഡ്നിയിൽ നമുക്ക് ഏറ്റവും പ്രധാനം ഏർലി സ്റ്റേജിൽ നമുക്ക് പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ വേണ്ട ഫുഡിൽ. ഇപ്പം നമ്മൾ സ്റ്റേജ് 1 സ്റ്റേജ് 2 ഈവൻ സ്റ്റേജ് 3യുടെ എ ഘട്ടത്തിൽ, അതായത് ഒരു 50 അല്ലെ 45 അല്ലെ 50ക്ക് മുകളിൽ GFR ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡിൽ കാര്യമായ റെസ്ട്രിക്ഷൻ വരുന്നില്ല. വെള്ളത്തിൻ്റെ റെസ്ട്രിക്ഷനോ പൊട്ടാസ്യത്തിൻ്റെ റെസ്ട്രിക്ഷനോ ഒന്നും തന്നെ വരുന്നില്ല. പക്ഷെ അതിലേക്ക് താഴേക്ക് പോയി പ്രത്യേകിച്ച് സ്റ്റേജ് 4ഉം 5 എത്തിക്കഴിയുമ്പോഴേക്കാണ് നമുക്ക് പ്രോട്ടീൻ കുറയ്ക്കണം അങ്ങനത്തെ കാര്യം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേജ് 4ഉം 5ഉം ഈവൻ 3യിലേക്ക് പോകാതെ നേരത്തെ കണ്ടെത്തി നമ്മളുടെ ഡയറ്റും എക്സസൈസും വെച്ച് നമ്മൾ മാനേജ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. അപ്പം വെയിറ്റ് കുറയ്ക്കുക, നമ്മൾ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഒരു സയൻറ്റിഫിക് അല്ലാതെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ നമ്മൾ ഡയറ്റ് നോക്കുമ്പോൾ ഈ മസിലും ബോണും ആയിരിക്കും പോകുന്നത്. അപ്പം മസിലും ബോണും പോകാതെ കൊഴുപ്പ് മാത്രം നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ കുറയാൻ പാടുള്ളൂ. അതിലാണ് ഇപ്പം നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ എക്സസ് ബോഡിയിൽ ഇപ്പം ഈ രോഗികൾക്കൊന്നും എക്സസ് മസിലും ബോണും ഒന്നും ഉണ്ടാവില്ല. മസിലും ബോണും ഓൾറെഡി വീക്കായിരിക്കും. അത് നമ്മൾ മസിലും ബോണും പോകാതെ നോക്കണമെങ്കിൽ എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ മസിലും ബോണും ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഹെൽത്ത് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ കിഡ്നി പേഷ്യൻസിനൊന്നും വലിയ സ്ട്രെനുവസ് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സ്ട്രെനുവസ് എക്സസൈസ് വരുമ്പോൾ നമ്മുടെ മസിൽ ഡാമേജ് വരും. അതായത് മസിൽ റിപ്പയറും മസിൽ ഫൈബേഴ്സിനും ഡാമേജും റിപ്പയറും വരും. അപ്പം മസിൽ ഫൈബേഴ്സിന് ഡാമേജും അതിൻ്റെ ഒരു റിപ്പയർ ആവശ്യം വന്നു കഴിയുമ്പോഴേക്കും വീണ്ടും ക്രിയാറ്റിൻ്റെ ഒക്കെ അളവ് കൂടേണ്ടി വരും. അപ്പം അതില്ലാത്ത വളരെ ജെന്റിലായിട്ടുള്ള എക്സസൈസ് വെച്ച് മസിലിനെ അറ്റ്ലീസ്റ്റ് പ്രിസർവ് ചെയ്യുക. പക്ഷെ പതുക്കെ ഗ്രാജുവലി, പെട്ടെന്ന് നമ്മൾ മസിൽ ഡെവലപ്മെന്റ് ഒന്നും കിഡ്നി പേഷ്യന്റിന് പറ്റിയല്ല. നമുക്ക് പോയി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനോ ഒന്നും കിഡ്നി പേഷ്യന്റിന് പറ്റുന്ന കാര്യമല്ല. അത് ചെയ്യാൻ പാടില്ല. കാരണം വെരി ഹെഫ്റ്റിക് ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പം അവരുടെ ക്രിയാറ്റിൻ കൂടുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ പലരും ഉണ്ട് വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് നമ്മൾ കിഡ്നി പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെരി ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നാണ്. പക്ഷെ ജെന്റിലായിട്ടുള്ള എക്സസൈസ് ചെയ്ത് ഗ്രാജുവലി ആ മസിലും ബോണിനെയും പതുക്കെ ബിൽഡപ്പ് ചെയ്തെടുക്കുക. കൊഴുപ്പ് മാത്രം കുറയ്ക്കുക. അപ്പോൾ കൊഴുപ്പ് മാത്രം കുറയ്ക്കാൻ നമ്മൾ കാർബോഹൈഡ്രേറ്റും ഈ സാച്ചുറേറ്റഡ് ഫാറ്റും നമുക്ക് വേണ്ടാത്ത ഫാറ്റ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയാൽ മതി. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.